ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമ സ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. പ്രിയ കുടുംബാംഗങ്ങളെ, രാമായണ മാസത്തിലെ രാമായണം വായിക്കുക എന്നുള്ളത് പലരുടെയും വലിയ മോഹമാണ്. എന്നാൽ ഈ രാമായണം വായിക്കുന്ന അവസരത്തിൽ അത് കൂടുതൽ ആനന്ദകരമാക്കുവാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വിധി പ്രകാരം നമ്മൾ വായിക്കുക എന്നുള്ളതാണ്. അത് വായിക്കേണ്ടതിന് കുറേ കാര്യങ്ങളുണ്ട്, കുറേ ചട്ടങ്ങളുണ്ട് എന്നർത്ഥം. ആ ചട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതുപോലെ വായിച്ചാൽ മാത്രമേ അതിന് നമ്മൾക്ക് ആ വായിക്കുന്ന ആൾക്കൊരു സന്തോഷം, ഒരു ആനന്ദം, ഒരു നിർവൃതി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു പൂർണ്ണത കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്നറിയോ? രാമായണം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഈ കാര്യം ശ്രദ്ധിച്ചിട്ട് മാത്രമേ നമ്മൾ രാമായണം വായിച്ചിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ രാമായണം വായിക്കുന്നതിൻ്റെ ഗുണം നമുക്ക് കിട്ടില്ല. ദോഷമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ എങ്ങനെ വായിച്ചാലും ദോഷമൊന്നുമില്ല. രാമായണം എങ്ങനെ വായിച്ചാലും തിരിച്ചു പിടിച്ചാലും തല തിരിച്ചാലും എന്ത് പറഞ്ഞാലും രാമായണത്തിന് നിങ്ങൾ എന്ത് കുറ്റം പറഞ്ഞാൽ പോലും ദോഷമൊന്നുമില്ല. പക്ഷേ ഗുണം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ ഓരോന്നായിട്ട് പറയുന്നത്. ശ്രദ്ധാപൂർവം നിങ്ങളത് കേൾക്കുക. ഒന്നാമത്തെ കാര്യം, രാമായണം നമ്മുടെ വീടുകളിൽ, പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ, പ്രധാനമായിട്ടും കർക്കിടകം തുടങ്ങുന്നത് കർക്കിടകം 1-നാണല്ലോ. അപ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം മിഥുന മാസം അവസാനത്തെ ദിവസമാണ് കർക്കിടകം സംക്രമം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കർക്കിടക സംക്രമ നാളിൽ തന്നെ വീടും പരിസരവും നമ്മൾ ശുദ്ധമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം അവിടെ ഇരുന്നിട്ട് അറിയാതെ വായിച്ചു പോകണം. നമുക്ക് ആ സ്ഥലം കണ്ടാൽ തന്നെ നമുക്ക് വായിക്കാൻ തോന്നണം എന്നർത്ഥം. അപ്പോഴെന്ത് വേണം? വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ പൂജാമുറിയും നല്ലതുപോലെ എല്ലാം തുടച്ച് വൃത്തിയാക്കി, എന്താണ് നമുക്ക് പൂജാമുറി ഇല്ല എങ്കിൽ വിളക്ക് കൊളുത്തുന്ന സ്ഥലം ഉണ്ടാകും, അല്ലെങ്കിൽ രാമായണം വായിക്കാൻ തയ്യാറാക്കിയ സ്ഥലം ഉണ്ടാകും. അതൊക്കെ നമ്മൾ ശുദ്ധമാക്കി അത് കാണുമ്പോൾ തന്നെ ഒരു ഭക്തി ഉണ്ടാകുന്ന അന്തരീക്ഷം ഉണ്ടാക്കണം എന്നർത്ഥം. വീടിൻ്റെ പരിസരമായിട്ടുള്ള വീടിൻ്റെ സൈഡിൽ, നമ്മുടെ തറയുടെ സൈഡിൽ പുല്ലും മറ്റു കാര്യങ്ങളൊക്കെ വളർന്ന് അതൊക്കെ ചെത്തിക്കോരി വൃത്തിയാക്കി അടിച്ച് തെളിച്ച് വൃത്തിയാക്കി വീടിൻ്റെ ഉൾഭാഗങ്ങൾ അടിച്ച് തുടച്ച് വൃത്തിയാക്കി നമ്മൾ ഒരു ആത്മീയമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ രാമായണം വായിക്കാൻ വേണ്ടി പോകുന്ന അവസരത്തിൽ പ്രധാനമായിട്ടും എന്താ വെച്ചാൽ കുളി കഴിഞ്ഞ് വായിക്കുന്നതാണ് ഉത്തമം. കുളി കഴിഞ്ഞ് വായിക്കുക എന്ന് പറയുമ്പോൾ
ചില ആൾക്കാർക്ക് ആ സമയത്ത് കുളിക്കാനൊക്കെ ചില ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും ഏതെങ്കിലും തരത്തിൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കുളി എന്ന് പറയുന്നത് മോശമല്ലാത്ത തരത്തിൽ പറയുകയാണെങ്കിൽ 4 തരത്തിലുള്ള കുളിയാണ് നല്ലത്. പറയുന്നത് 5 തരം കുളിയാണ്, എന്നാലും 4 തരം കുളിയെങ്കിലും നിങ്ങൾ ചെയ്യണം. അതിലേതെങ്കിലും ഒന്ന് നമ്മൾ ജലാശയത്തിൽ മുങ്ങിക്കുളിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമില്ല, കാരണം ഇന്ന് ജലാശയമില്ല എന്നുള്ളത് തന്നെ, വീടിനടുത്ത് ജലാശയമില്ല. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം, ഏറ്റവും ഉത്തമമാണ് ജലാശയം. കുളത്തിലോ പുഴയിലോ ആറിലോ കടലിലോ എവിടെയെങ്കിലും മുങ്ങി കുളിക്കുക എന്നുള്ളത്. പക്ഷേ ഈ കുത്തി ഒഴുകുന്ന ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കുളത്തിൽ പിന്നെയും പറ്റും. അപ്പോൾ പിന്നെന്താണ്, കുളിമുറിയിൽ നിന്നോ കിണറിൻ്റെ വക്കിൽ നിന്നോ നമ്മൾ കുളിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് രണ്ടാമത്തെ കുളിയായിട്ട് കണക്കാക്കുന്നത്, ബക്കറ്റും വെള്ളവും എടുത്ത് കോരി കുളിക്കുന്നതിനെ. എന്നാൽ മൂന്നാമതൊരു കുളിയുണ്ട്, ഞാനത് പല പ്രഭാഷണങ്ങളിലും പറഞ്ഞതാണ്. മൂന്നാമത്തെ കുളി എന്ന് പറയുന്നത് നമ്മുടെ കാലും മുഖവും അതുപോലെ തന്നെ നവദ്വാരങ്ങളല്ല, അല്ലെങ്കിൽ നമ്മുടെ മുഖം ഭാഗം മുഴുവൻ തന്നെ കഴുകുക. കാല് കഴുകണം, മുഖം കഴുകണം, കൈകൾ കഴുകണം, അതേസമയത്ത് ചെവിയും മൂക്കും ഇതെല്ലാം ആ കൂട്ടത്തിൽ ക്ലീൻ ചെയ്തിരിക്കണം. അതാണ് മൂന്നാമത്തെ കുളി. നാലാമത്തെ കുളി എന്ന് പറയുന്നത് നമ്മൾ കിടപ്പ് രോഗികളായ ആൾക്കാർക്കും മറ്റുള്ളവർക്കും ശരീരത്തിൽ വെള്ളം മുക്കി പിഴിഞ്ഞ് തുടച്ച് വൃത്തിയാക്കുന്നത്. കാരണം വെച്ചാൽ ചിലർ ഓപ്പറേഷനൊക്കെ ചെയ്തതായിരിക്കും, അപ്പോൾ അവർക്ക് ശരീരത്തിൽ വെള്ളം വീഴാൻ പറ്റില്ല. അപ്പോഴെന്ത് വേണം, വെള്ളം മുക്കി പിഴിഞ്ഞ് എല്ലാം തുടച്ച് വൃത്തിയാക്കുന്നതിനെയാണ് നാലാമത്തെ കുളിയായി കണക്കാക്കുന്നത്. ഇതിലേതെങ്കിലും നമ്മൾ ചെയ്യുന്നതാണ് ഉത്തമം. അഞ്ചാമതൊരു കുളിയുണ്ട്, അത് വെള്ളമെടുത്ത് തളിക്കുക എന്നുള്ളത്, പുണ്യാകം കുടയുന്നത് പോലെ ഒന്ന് തളിക്കുക എന്നുള്ളത്. പക്ഷെ അതിനേക്കാളും നല്ലത് ഈ പറയുന്ന ഏതെങ്കിലും ഒന്ന് കുളിച്ചിട്ട് നമ്മൾ ശുദ്ധമാകുക. ഇതാണ് നമ്മൾ ഈ രാമായണം വായിക്കുന്നതിന് മുമ്പ് വേണ്ടത്. കാരണം വെച്ചാൽ ചിലപ്പോൾ രാവിലെ കുളിച്ചതായിരിക്കും, നമ്മൾ ഉച്ചയ്ക്ക് വീണ്ടും ഒന്ന് രാമായണം വായിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കാലും മുഖം ഒക്കെ കഴുകി ശുദ്ധമായിട്ട് വന്നാൽ മതി എന്നർത്ഥം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വായിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ആ വായിക്കുന്നവർക്ക് അതിലേക്ക് ലയിച്ച് ഒരു അന്തരീക്ഷം ഉണ്ടാവണം, അവർക്ക് ഒരു ആത്മമായിട്ട് ഒരു ഭക്തിയുടെ അന്തരീക്ഷം ഉണ്ടാകണം. ആ അന്തരീക്ഷം നമ്മൾ അവിടെ തയ്യാറാക്കണം. അതെങ്ങനെയാണ്, അത് നിലവിളക്ക് ഉത്തമമാണ്. നിലവിളക്കിൽ തിരിയിട്ട് അതുപോലെ തന്നെ ഫോട്ടോ വെച്ച്, ഫോട്ടോ ആരത്, ശ്രീരാമൻ്റെത്, ലക്ഷ്മണൻ്റെത്, സീതയുടേത്, ഹനുമാൻ സ്വാമിയുടെ ഒക്കെ ഒന്നിച്ചുള്ള പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോ ആണെങ്കിൽ ഉത്തമം. ഇനി ശ്രീരാമൻ്റെ മാത്രമേ ഉള്ളെങ്കിൽ അത് വെച്ചാൽ മതി, ഇനി ഹനുമാൻ സ്വാമിയുടെ മാത്രമേ ഉള്ളെങ്കിൽ അത് വെച്ചാൽ മതി. ഒരു ഫോട്ടോ ഉണ്ടാകുന്നത് ഉത്തമമാണ് എന്നർത്ഥം. ഇനി ഫോട്ടോ ഇല്ലാന്ന് വെച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. പക്ഷേ നമ്മുടെ വീടുകളിൽ ഈ ഒരു സമയത്ത് ഫോട്ടോ വാങ്ങിച്ച് വെക്കുന്നത് ഉത്തമമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി. ഇനി ഫോട്ടോ ഒന്നും കിട്ടാനില്ലെങ്കിൽ നിങ്ങൾ ഒറ്റ വഴിയുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് എന്ത് വേണം, നിങ്ങളത് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രസ്സുകാർ എന്ത് ചെയ്താൽ അതൊരു കോപ്പി പ്രിൻ്റ് എടുത്ത് തരും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ലാമിനേഷൻ ചെയ്ത് വെച്ചാൽ മതി. സുഖമായല്ലോ, ദീർഘകാലത്തേക്കായി. ഇനിയല്ല ഫ്ലെക്സ് മോഡലാക്കിയിട്ട് നിങ്ങൾക്ക് 4 പട്ടിക അടിച്ച് കുറച്ച് വലിയ ഫോട്ടോ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഇനി ഫോട്ടോ ഇല്ലാന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അപ്പോൾ ഫോട്ടോയും വിളക്കും, ഈ ഫോട്ടോയിൽ ചാർത്താൻ ഒരു മാല, അതുപോലെ വിളക്കിൽ ചാർത്താൻ ഒരു മാല ഒക്കെ ഉണ്ടെങ്കിൽ കേമായി. ഇല്ലാന്ന് വെച്ച് ടെൻഷൻ അടിക്കണ്ട. എന്ത് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ, വായിക്കുന്നത് വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം മോളോട് പറയും ഒരു തുളസി മാല കെട്ടാൻ വേണ്ടി, അല്ല ചെക്കിയുടെ ഒരു മാല കെട്ടാൻ വേണ്ടി പറയാം, മക്കൾക്ക് വേണമെങ്കിൽ ഇന്ന് മോളെ വകയാവട്ടെ എന്ന രീതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഇതിന് മുമ്പിൽ 4 പുഷ്പമെങ്കിലും വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആയല്ലോ. ഇനി ഇതാണ് നമ്മൾ അതിനു മുമ്പായി തയ്യാറാവേണ്ട കാര്യം. നാലാമത്തെ കാര്യം വെച്ചാൽ, വായിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഭാഗത്തേക്ക് നോക്കിയിരുന്ന് എങ്ങനെ വായിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ ഫോട്ടോ വെക്കുമ്പോൾ, വിളക്ക് കൊളുത്തുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ ഫോട്ടോ വെക്കുമ്പോൾ കിഴക്കോട്ടേക്ക് ഭഗവാന്റെ ദൃഷ്ടിയുള്ള വിധത്തിൽ വേണം വെക്കാൻ. കാരണം സൂര്യദേവൻ കിഴക്കാണ്, അതാണ് ലഗ്നം. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഗുണകരമായി പ്രവർത്തിക്കുന്ന ഒരു വസ്തുവാണ് സൂര്യൻ. അതുകൊണ്ട് ആ സൂര്യനെ നോക്കിയിട്ടാണ് സാക്ഷാൽ ഭഗവാന്റെ ഫോട്ടോ വെക്കേണ്ടത്. അപ്പോൾ ഭഗവാന്റെ ഫോട്ടോ വെക്കുമ്പോൾ ഭഗവാന്റെ മുന്നിലേക്ക് ഒരു തിരിയും, എതിർഭാഗത്തേക്ക് ഒരു തിരിയും എന്ന രീതിയിലാണ് നമ്മൾ തിരിയിടുക ആ ഭഗവാന്റെ ഫോട്ടോ വെക്കുമ്പോൾ. പിന്നെ എന്താണ്, ഈ ഭഗവാന്റെ വലത് കൈയുടെ ഭാഗത്ത് ആ സമയത്ത് ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാവും. ആ ഹനുമാൻ സ്വാമി ഇരിക്കുന്ന അതേ ഭാവത്തിൽ വടക്കോട്ട് നോക്കി വേണം നമ്മൾ ഇരുന്ന് പാരായണം ചെയ്യാൻ. എന്ന് വെച്ചാൽ ദാസന്മാരായ നമ്മൾ ഭഗവാന്റെ വലത് കൈയുടെ ഭാഗത്താണ് ഇരിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഭഗവാന്റെ വലത് കൈയുടെ ഭാഗത്ത് നോക്കി, നിലവിളക്കിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ വടക്കോട്ട് നോക്കിക്കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പാരായണം ചെയ്യുന്നത്. അല്ലാണ്ട് ഭഗവാന്റെ നേർക്ക് മുഖാമുഖം ഇരുന്നു കൊണ്ട് പാരായണം ചെയ്യുന്നത് ഉചിതമല്ല. അപ്പോൾ 4 കാര്യം. ഇനി 5ാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒരു കാരണവശാലും വെറും നിലത്ത് ഇരുന്നിട്ട് വായിക്കരുത്.
ഒന്നിക്കിൽ അവിടെ ഒരു തുണി വിരിക്കുക, അല്ലെങ്കിൽ ഒരു പായ വിരിക്കുക, അല്ലെങ്കിൽ ഒരു ഷീറ്റ് വിരിക്കുക. നിലത്തന്നെ ഇരുന്ന് വായിക്കണമെന്നുണ്ടോ? ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്കൊരു കസേര വെച്ചാൽ കസേരയിൽ നമുക്ക് ഇരുന്നിട്ട് വായിക്കാം. ചമ്രം പഠിച്ചിരിക്കണമെന്നില്ല. നമുക്ക് എങ്ങനെയാണോ ഇരിക്കാൻ പറ്റുമോ, നിലത്താണെങ്കിൽ അതനുസരിച്ച് ഇരിക്കാം. കസേരയിലിരിക്കുക, പീഠത്തിലിരിക്കുക, അതിന് മുകളിൽ ഒരു മേശ വെച്ചിട്ട് അതിന് മുകളിൽ ഇരുന്ന് വായിച്ചാലും ദോഷമൊന്നുമില്ല. നമുക്ക് വായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ശാരീരികമായ ബുദ്ധിമുട്ട് ഇല്ലാത്ത വിധത്തിൽ വേണം ഈ വായന നടത്താൻ എന്നർത്ഥം. ആറാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് വായിക്കണമെന്നുണ്ടോ എന്നൊരു നമുക്ക് സംശയം വരും. നമുക്കിപ്പം വിദ്യാലയത്തിൽ പോകുന്ന കുട്ടികളാണ്. ചിലപ്പോൾ വിദ്യാലയത്തിൽ പോയി വന്നതിന് ശേഷമായിരിക്കും അവർക്ക് വായിക്കാൻ പറ്റുക. ചിലർക്ക് പുലർച്ചെ വായിക്കാൻ പറ്റും. ഒരു കാര്യം ചിന്തിക്കുക, ഇത് വായിക്കാൻ അങ്ങനെ കൃത്യമായൊരു സമയമൊന്നും നമ്മൾ നോക്കണമെന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ സമയത്ത് അങ്ങോട്ട് വായിക്കാം. എത്ര വരി വായിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എത്രയാണോ വായിക്കാൻ പറ്റുക അത്രയും വായിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു സമയത്ത് വായിക്കുകയാണെങ്കിൽ നമുക്കൊരു ചിട്ടയുണ്ടാവും. ഉദാഹരണം, രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഉടനെ വായിക്കുന്ന ആളാണെങ്കിൽ രാവിലെ തന്നെ അതൊരു ചിട്ടയായി അത് വായിക്കണമല്ലോ എന്ന് കരുതി നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് അതൊരു ചിട്ടയാക്കി കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് സന്ധ്യാസമയത്താണ് വായിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വായിക്കാൻ പറ്റും. രാത്രിയാണ് വായിക്കുന്നത്, അതൊരു കൃത്യസമയത്താണെങ്കിൽ നമ്മൾ വായിക്കുന്നത് മറ്റുള്ളവർ അതിങ്ങനെ കേൾക്കും. അപ്പോൾ അവർ ആയിപ്പാട് രാമായണം വായിക്കും. അവരെല്ലാ സമയത്തും ആ സമയത്ത് വായിക്കുന്നതാണ്. അത് കേൾക്കാൻ താല്പര്യപ്പെടുന്ന പ്രകൃതിയിൽ തന്നെ പലരും ഉണ്ട്. പല ജീവജാലങ്ങൾക്കും രാമായണം കേൾക്കാൻ താല്പര്യമുള്ള ജീവജാലങ്ങളുണ്ട് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം, അവർ ചിട്ടയാക്കുന്നത് നല്ലതാണ്. അല്ലാണ്ട് നമുക്ക് ചിലപ്പോൾ പല സമയത്താണ് ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണെങ്കിൽ അത് കാര്യമാക്കണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയത്ത് വായിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ഇനി ഏഴാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, രാമായണം വായിച്ച് തുടങ്ങേണ്ടത് എങ്ങനെയാണ് എന്നാണ്. നമ്മൾ വായിക്കാൻ വേണ്ടി പോവുകയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് വായിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, പലരും ചോദിക്കും ഇതിന് ആദ്യം എന്തൊക്കെ മന്ത്രമൊക്കെ ജപിക്കണോ എന്നൊക്കെ. മന്ത്രം ജപിക്കുന്നതുകൊണ്ട് ദോഷവുമില്ല, ഗുണമുണ്ട്. ഇനി വായിച്ചിട്ടില്ലാതെ കരുതിയിട്ട് ഒരു ദോഷമില്ല കേട്ടോ. മന്ത്രം വേണം. നമുക്ക് മന്ത്രം അറിയില്ല, ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എന്ത് വേണം, രാമായണം എടുത്ത് ഒന്ന് ഗണപതി ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഗുരുവിനെ ഒന്ന് പ്രാർത്ഥിക്കാം, സരസ്വതിയെ ഒന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് മന്ത്രം അറിയുക മന്ത്രം ജപിച്ചോളൂ, ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാം. കാരണം എന്താ, തെറ്റുകൂടാതെ വായിക്കാൻ, തടസ്സമില്ലാതെ വായിക്കാൻ. ഇത് വെച്ചാൽ ഇത് അങ്ങോളം വായിച്ചു പോകണം എന്നുള്ളൊരു ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, ഒരു തടസ്സമില്ലാണ്ടിരിക്കാൻ. സ്ഫുടമായിട്ട് നാവിന് നല്ലത് കിട്ടേണ്ട, അതിനാണ് സരസ്വതിയെ നമ്മൾ പിടിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ അറിവുണ്ടാവാനാണ് ഗുരുവിനെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാം. പിന്നെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ആരാണോ ഇഷ്ടദേവത ആ ദേവതയും പ്രാർത്ഥിക്കാം. അപ്പോൾ ആ വിധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുകയോ അതിൻ്റെ മന്ത്രങ്ങൾ ജപിക്കുകയോ ചെയ്യുക. അപ്പോൾ ഇത് പ്രാർത്ഥിച്ചിട്ടില്ല, അല്ല മന്ത്രം ജപിച്ചിട്ടില്ല വെച്ചിട്ട് ദോഷമൊന്നുമില്ല. എന്നാൽ അതിനൊരു പൂർണ്ണതയുണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നർത്ഥം. എട്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ വായിച്ചതിൻ്റെ ബാക്കി മറ്റൊരാൾക്ക് വായിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പം വീട്ടിലെ അച്ഛൻ വായിച്ചതാണ്, അതിൻ്റെ ബാക്കി അമ്മ വായിച്ചാൽ മതി. അതിൻ്റെ ബാക്കി മകൾക്ക് വായിക്കാം, മകന് വായിക്കാം. അങ്ങനെ ഒരാൾ വായിച്ചതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഇങ്ങനെ വായിക്കുന്നത് ആണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ സുഖമായിട്ട് ആ ഒരു ഭാഗം വായിച്ച് തീരുകയും ചെയ്യും. അതൊരു ചിട്ടയാവും. വീട്ടിലെല്ലാ കുടുംബാംഗങ്ങളും, ഒരു കുടുംബം ചുരുക്കി 2 വരിയെങ്കിലും, ഒന്നും അറിയാത്ത ആൾക്കാരെ കൊണ്ടായാലും 2 വരിയെങ്കിലും നമ്മളെ വീട്ടിലെ ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കുക. എല്ലാവരെയും വായിപ്പിക്കണം എന്നർത്ഥം. മുത്തശ്ശി ഉണ്ടാവും, മുത്തശ്ശൻ ഉണ്ടാവും, അച്ഛനുണ്ടാവും, മക്കളുണ്ടാവും. അപ്പോൾ അതിൽ ബാക്കി 2 വരി നിങ്ങൾ വായിക്കണേ എന്ന് പറഞ്ഞിട്ട് വായിക്കുക. ഒരു 2 പേജ് വായിക്കാൻ പറ്റുക അങ്ങനെ. അപ്പോൾ ഒരു ദിവസം ഓരോ ആൾക്കാർ ഈ 2 പേജോ 3 പേജോ വായിക്കുമ്പോൾ തന്നെ നമുക്ക് സുഖമായിട്ട് ആ കർക്കിടകത്തിൽ പുഷ്പം പോലെ രാമായണം വായിച്ച് തീരും എന്നർത്ഥം. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഈ 9ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വായിക്കുന്ന സമയത്ത് നമുക്ക് പല സംശയങ്ങളും ഉണ്ടാവും കൃത്യമായി വായിക്കുമ്പോൾ. അങ്ങനെ വായിക്കുന്ന സമയത്ത് സംശയം ഉണ്ടെങ്കിൽ ആ സംശയം നമ്മളൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. അതിനുശേഷം എന്ത് വേണം, ആ സംശയം അറിവുള്ള ആൾക്കാരോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. അന്നേരം തന്നെ നമ്മളൊരു വെള്ള പേപ്പറും കാര്യങ്ങളും നമ്മൾ എപ്പോഴും വായിക്കുന്നതിൻ്റെ അടുത്ത് വെക്കണം. എന്താണോ സംശയമുള്ളത് ആ സംശയം തീർക്കണം നമ്മൾ. അപ്പോൾ എന്ത് വേണം, നമ്മളത് വായിക്കുമ്പോൾ തന്നെ അത് നമ്മൾ അടയാളപ്പെടുത്തി വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ അറിവുള്ള ആൾക്കാരോട് ചോദിക്കാം. 11ാമത്തെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ വായിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്ക് വായിച്ചാൽ മതിയോ എന്നുള്ളതാണ് ഒരു സംശയമായിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ആ സംശയം തീർക്കേണ്ടത് വെച്ചാൽ,
നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ നിർബന്ധമായിട്ട് നമ്മൾ അടുത്തിരുത്താൻ വേണ്ടി നോക്കണം. കൊച്ചു കുട്ടികളുണ്ടാവും, വിദ്യാർത്ഥികളായ ആൾക്കാർ. കാരണം വെച്ചാൽ ഇത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ആചാരമാണ്, പുതിയ തലമുറയിലേക്ക് കൈമാറേണ്ടതാണ്. അപ്പോൾ നമ്മൾ വായിക്കുന്ന സമയത്ത് അടുത്തിരുത്തി അവരും കൂടി അത് വായിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കാം. 2 രാമായണം ഉണ്ടെങ്കിൽ അടുത്ത് വെച്ചിട്ട് നമ്മൾ വായിക്കുമ്പോൾ അവരോടും അതോടൊപ്പം വായിക്കാൻ വേണ്ടി പറയുക. ക്രമേണ അവർ ഒന്നാന്തര വായനക്കാരായി തീരും. മാത്രമല്ല അവർക്ക് നല്ലപോലെ ഭക്തിയും ശ്രദ്ധയും ഉണ്ടാകും. അത് അവർക്ക് പഠിപ്പിന് പോലും ഉപകരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാം. ഇനി 12ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ രാമായണം വെറും ഒരു കഥയല്ല എന്ന ചിന്ത നമുക്ക് വായിക്കുന്നതൊക്കെ വേണം. ഇത് രാമായണം ഒരു കഥയാപ്പോ എന്നല്ല, ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള, ഉയർച്ചയുണ്ടാക്കാനുള്ള വലിയ തത്വങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വെറുതെ ഒരു ശ്രീരാമ കഥ എന്ന് വിചാരിച്ച് നമ്മൾ തള്ളിപ്പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ വായിച്ച് പോകേണ്ടതല്ല എന്നർത്ഥം. കൃത്യമായിട്ട് അത് വായിക്കുമ്പോൾ ഓരോന്നിനും ഓരോ തത്വങ്ങളുണ്ട്. ഇത് കൃത്യമായിട്ട് നമ്മുടെ രാമായണ പഠന ക്ലാസ്സിലുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ പഠന ക്ലാസ്സിലേക്ക് ചേരാം. അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മികം സനാതനം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ ക്ലാസ്സുകൾ ഉണ്ട്, നിങ്ങൾക്ക് എടുത്തിട്ട് അത് കേൾക്കാം. ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇതിൽ ഓരോ ഭാഗത്തും നിരവധി തത്വങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും നേരിടാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ ശക്തമായിട്ട് തത്വങ്ങളാണ് അതിലുള്ളത്. ഈ രാമായണം വായിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഗുണം. അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് പാകപ്പെടും. എത്ര വലിയ പ്രശ്നം വന്നാലും നമുക്ക് അതിജീവിക്കാനുള്ള കരുത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാമായണം വായിക്കുന്ന സമയത്ത് ഇത് വെറും കഥയല്ല എന്ന ചിന്തയോടുകൂടി വേണം വായിക്കാൻ. ഇത് കുറേ തത്വങ്ങളാണ്, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണെന്നുള്ള ചിന്ത വേണം. 13ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അക്ഷരശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അക്ഷരശുദ്ധി ഉണ്ടാവുക എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ സ്ഫുടമായിട്ട് വേണം വായിക്കാനും. ഏകാഗ്രതയോടുകൂടി വേണം വായിക്കാൻ, അതോടൊപ്പം ഭക്തിയോടുകൂടി വേണം വായിക്കാൻ. ഏകാഗ്രത വേണം, ഭക്തി വേണം, ശ്രദ്ധ വേണം, അക്ഷരശുദ്ധി വേണം, സ്ഫുടത വേണം. ഇത് എല്ലാം നമുക്ക് ആദ്യമൊന്നും കിട്ടില്ല കേട്ടോ, അതാദ്യം പറയാം. പലരും നല്ലപോലെ വായിക്കാൻ അറിയുന്ന ആൾക്കാരാണ്, പക്ഷേ അലസമായിട്ട് ഇങ്ങനെ വായിച്ചു പോകും. അത് തെറ്റാണ്, അതിനൊരിക്കലും പാടില്ല. മറിച്ച് എന്ത് വേണം, അത് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി അതിലേക്ക് ഇങ്ങനെ ലയിക്കണം. ഓരോ വരികളിൽ ആ ലയിച്ച് നമ്മൾ ആ ഒരു ആനന്ദത്തോടു കൂടി വായിക്കണം. നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ഈണത്തിൽ വേണമെങ്കിലും വായിക്കാം. എന്താ, അതിലേക്ക് ലയിക്കുകയാണ് നമ്മൾ. നമുക്കറിയാം, നമ്മളൊരു ശാസ്ത്രീയ സംഗീതം കേൾക്കുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ തലയാട്ടുന്നത് കാണാം. അതുപോലെ ഇതിലെ വരികളിലൊക്കെ നമ്മൾ ലയിച്ച് പദം മുറിച്ച് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം വായിക്കാൻ, സ്പീഡ് കൂട്ടാതെ. എന്നാൽ നമ്മൾ പഠിച്ചു വരുന്ന ആൾക്കാരാണെന്നിരിക്കട്ടെ, ആ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് അക്ഷരം തെറ്റും, അത് കാര്യമാക്കേണ്ടതില്ല. അത് വായിച്ച് എന്താവും, നല്ല ഭംഗിയിലാക്കി കൊണ്ടുവരും, അക്ഷരം തെറ്റാതെ കൊണ്ടുവരും. അവർക്ക് സ്ഫുടത ഉണ്ടാവണമെന്നില്ല, അത് ശരിയാകും അവർക്ക്. പക്ഷെ ഭക്തിയോടുകൂടി അവർ വായിക്കാൻ വേണ്ടി ശ്രമിക്കണം, ശ്രദ്ധയോടുകൂടി വായിക്കാൻ വേണ്ടി അവരും ശ്രമിക്കുക. ഇത് പഠിച്ചു വരുന്ന ആൾക്കാർ. ഇനി രാമായണം വായിക്കുമ്പോൾ പ്രധാനമായ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഈ രാമായണത്തിൽ ആദ്യ ഭാഗമുണ്ട് ബാലകാണ്ഡത്തിൽ. ഞാൻ ഇന്ന് ഇത് തുടങ്ങുമ്പം കണ്ടു ശ്രീരാമ രാമ രാമ എന്നല്ലേ. ആ ഭാഗം എല്ലാ ദിവസവും വായിച്ച് തുടങ്ങിയിട്ട് വേണം നമ്മൾ പിന്നെ വായിക്കേണ്ട ഭാഗത്തേക്ക് എത്താൻ. ഉദാഹരണത്തിന് നമ്മളിപ്പം അയോധ്യാകാണ്ഡത്തിലാണ് വായിച്ച് ഇന്നലെ നിർത്തിയത്. ഇന്ന് നമ്മൾ വായിക്കുകയാണെങ്കിൽ എന്ത് വേണം, ബാലകാണ്ഡത്തിലെ ഞാൻ നേരത്തെ വായിച്ച ഭാഗമുണ്ടല്ലോ, ആ ഭാഗം വായിച്ചതിന് ശേഷം അയോധ്യാകാണ്ഡത്തിൽ പോയിട്ട് അവിടെ ബാക്കി ഭാഗം നമ്മൾ വായിക്കാം. അപ്പോൾ എല്ലാ ദിവസവും ഈ ബാലകാണ്ഡത്തിലുള്ള ആ ഭാഗം, ആരംഭത്തിലുള്ള ഭാഗം വായിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിനോടൊപ്പം ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും. 15ാമത് എന്താണെന്ന് വെച്ചാൽ, യുദ്ധം, കലഹം, മരണം എന്നീ ഭാഗത്ത് വായിച്ച് നിർത്താൻ പാടില്ല, അത് ദോഷമാണ് എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെ ഇപ്പം യുദ്ധമുള്ള ഭാഗത്ത്, കലഹമുള്ള ഭാഗത്ത്, മരണമുള്ള ദശരഥൻ്റെ മരണം അങ്ങനെയുള്ള പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ഭാഗത്തൊന്നും നിർത്തരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തള്ളിക്കളയണം. യുദ്ധമുള്ള ഭാഗത്ത് നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ തള്ളിക്കളയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് യുദ്ധകാണ്ഡം വായിക്കാനേ പറ്റില്ല. യുദ്ധകാണ്ഡത്തിൽ മുഴുവൻ മരണമാണ്, മുഴുവൻ കലഹമാണ്. അവിടെ എവിടെ വായിക്കാൻ പറ്റുക? അപ്പം അങ്ങനെ നമ്മളൊന്നും ചിന്തിക്കേണ്ട വെച്ചാൽ, കാരണം എന്താ, ഇത് അതിൻ്റെ ഭാഗമാണ്. ഈ കലഹത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ പട്ടാഭിഷേകം വരാനുണ്ട്, അത് നമ്മുടെ ജീവിതത്തിലും ഉള്ളതാണ്.
രാമായണത്തിൽ പല ഭാഗത്തെ കലഹങ്ങളും മരണങ്ങളും അപകടങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം നമ്മൾ നിർത്തുന്നത് എവിടെയാണ്? പട്ടാഭിഷേകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ പോകുന്ന അവസരത്തിൽ ഈ ശ്രേഷ്ഠമായ അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളും ഉണ്ടാകുമെന്നുള്ള ചിന്തയോടുകൂടി വേണം നമ്മൾ രാമായണം വായിക്കാൻ. അപ്പോൾ നമുക്കത് ഉറപ്പിക്കാലോ, ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് നിർത്താം. കലഹമാകട്ടെ, മരണമാകട്ടെ, ദുഃഖമാകട്ടെ, എന്തോ ആവട്ടെ, അതൊന്നും പ്രശ്നമല്ല. എന്നാൽ ചെറിയ ആൾക്കാർക്ക് വീണ്ടും ഉണ്ടാകുന്നൊരു സംശയമുണ്ട് കേട്ടോ. അതാണ് ഞാനിവിടെ 16 പറയുന്നത്. വായന നിർത്തുമ്പോഴും തുടങ്ങുമ്പോഴും ചെറിയ ആൾക്കാർ പറയുന്നു വലത് ഭാഗത്ത് ചെയ്യണമെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഒരു വിശ്വാസമാണ്. നമ്മൾ വലതിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം. വായന നിർത്തുന്ന സമയത്ത് പരമാവധി വലത് വശത്ത് നിർത്തണം, തുടങ്ങുമ്പോഴും വലതുവശത്ത് തുടങ്ങണമെന്ന് പറയാറുണ്ട്. ഇനി ഇടതുവശത്ത് നിർത്തിയത് കൊണ്ടോ ഇടതുവശത്ത് തുടങ്ങിയത് കൊണ്ടോ ദോഷമൊന്നുമില്ല, അത് ആദ്യം പറയാം. പക്ഷേ നമ്മൾ വലതിന് പ്രാധാന്യം കൊടുക്കുന്നു. വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, പുരുഷന്മാർ വലത് ഭാഗത്തേക്ക് മുണ്ടെടുക്കുന്നു, സ്ത്രീകളും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ശുഭകർമ്മം ചെയ്യുമ്പോൾ വലത് കാല് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നമ്മൾ വലത് കൈയുടെ ഭാഗത്താണ് ദേവന്മാരെ നിർത്തുന്നത്. പ്രദക്ഷിണം വെക്കുമ്പോൾ വലത് കൈയുടെ ഭാഗത്തായിരിക്കും ദേവന്മാരും ഒക്കെ ഉണ്ടാവുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ വലതിന് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വലതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉറങ്ങുന്നത് എങ്ങനെ? ഇടത് ഭാഗം ചെരിഞ്ഞു കിടക്കണമെന്നാണ് ഡോക്ടർമാരും നമ്മുടെ ആചാര്യന്മാരും പറയുന്നത്. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോഴെങ്ങനെ ഇരിക്കണം? വലത് വശം ചെരിഞ്ഞ് അല്പനേരം കിടന്ന് അതിനുശേഷം എഴുന്നേൽക്കണമെന്നാണ് പറയുന്നത്. കാരണം അത് നമ്മുടെ ശാരീരികമായിട്ട് ഏറ്റവും കൂടുതൽ ഗുണമാണ്. കാരണം കിടക്കപ്പായൽ വെച്ചിട്ട് അറ്റാക്ക് വരില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഗുണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലതുവശത്തിന് അങ്ങനെയൊരു പ്രാധാന്യമുണ്ട്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവർക്കും ഈ പഠിതാക്കളായ ആൾക്കാർക്ക് ബുദ്ധി ഉണരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വലത് ഭാഗത്താണ് വിദ്യാഗ്രന്ഥി എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥി ഉള്ളത്. അപ്പോൾ പ്രഭാതത്തിൽ സരസ്വതി യാമത്തിൽ എഴുന്നേറ്റ് പഠിക്കുന്ന ആൾക്കാർക്ക് ഈ വിദ്യാഗ്രന്ഥി ഉണരുമെന്നും ആ സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെയേറെ ഉപകാരപ്രദമാണെന്നൊക്കെ നമ്മൾ ആചാര്യന്മാർ പറയാറുണ്ട്. അപ്പോൾ ആ വലതിന് അത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇത് കൂടാതെയോ, നമ്മുടെ ഒരു വധുവരന്മാർ വീട്ടിലേക്ക് കയറുന്നു, നിലവിളക്കെടുത്ത് വധു കയറുമ്പോൾ തന്നെ വലത് കാല് വെച്ച് കയറണം. ഗൃഹപ്രവേശന സമയത്ത് നമ്മൾ വീടിൻ്റെ അകത്ത് കയറുന്നു, വലത് കാല് വെച്ച് കയറണം. അങ്ങനെ വലതിന് ഒരുപടി കാര്യങ്ങളാണ് ഉള്ളത്. ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ നമ്മൾ വലതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വലതിന് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രാമായണം വായിക്കുമ്പോഴും നമ്മൾ വലത് ഭാഗത്ത് നിർത്തണം, വലത് ഭാഗത്ത് തുടങ്ങണം എന്ന് പറയുന്നത്. ഇനി അങ്ങനെ തുടങ്ങുകയോ നിർത്തുകയോ ചെയ്യുന്ന സമയത്തും ചില നിബന്ധനകൾ പറയുന്നുണ്ട്. പറ്റുന്ന ആൾക്കാർ വലിച്ചാൽ മതി, നിർബന്ധമൊന്നുമല്ല. അത് ആദ്യമേ പറയാം. ഇതൊക്കെ അങ്ങനെയും ചെയ്യാൻ പാടുള്ളൂന്നുണ്ടോ? അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്യാൻ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, വലത് ഭാഗത്ത് നിർത്തുമ്പോൾ വലത് ഭാഗത്ത് ഏതെങ്കിലും ഒരു ഖണ്ഡികയിലോ അല്ലെങ്കിൽ 7ാമത്തെ വരിയിലോ നിർത്താം. ഖണ്ഡികയിൽ നിർത്തുന്നുണ്ടെങ്കിൽ ഖണ്ഡികയാണ് ഉത്തമം. 7ാമത്തെ വരിയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. 7ാമത്തെ വരിയിൽ നിർത്തി പിറ്റേ ദിവസം തുടങ്ങുമ്പോൾ അതേപോലെ തന്നെ വലത് ഭാഗത്ത് 7ാമത്തെ വരി മുതൽ നമുക്ക് വായിക്കാം എന്നർത്ഥം. നിർബന്ധമാണോ? നിർബന്ധമൊന്നുമല്ല കേട്ടോ. പറ്റുമെങ്കിൽ ഇങ്ങനൊരു ശീലം ചിട്ട ഉണ്ടാക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക. 17ാമത്തെ കാര്യം എന്താണ് പറയുന്നറിയോ? സന്ധ്യയ്ക്ക് രാമായണം വായിക്കാൻ പാടില്ല എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അതിന് കാരണം പറയുന്നത് വെച്ചാൽ, സന്ധ്യാസമയത്താണ് ഹനുമാൻ സ്വാമിയുടെ സന്ധ്യാവന്ദനാദികൾ നടക്കുന്നത്. രാമായണം നമ്മൾ വായിക്കുന്നതിൻ്റെ അടുത്തായിട്ട് എപ്പോഴും ആ രാമമന്ത്രം കേൾക്കുമ്പോൾ അവിടെ ഹനുമാൻ സ്വാമി വന്നിരിക്കും എന്നാണ് സങ്കല്പം. അപ്പോൾ ഈ സന്ധ്യാസമയത്ത് ഹനുമാൻ സ്വാമി സന്ധ്യാവന്ദനാദികൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അത് നിർത്തിവെക്കണം, അല്ലെങ്കിൽ ആ ഹനുമാൻ സ്വാമിയുടെ സന്ധ്യാവന്ദനാദികൾ മുടങ്ങിപ്പോകും എന്നുള്ളതാണ് ഇവർ പറയുന്നൊരു കാര്യം. അതും എൻ്റെ യുക്തിക്ക് വെച്ച് നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും പൊട്ടത്തെറ്റാണ്. അതും തള്ളിക്കളയുന്നതാണ് നല്ലത്. പൊട്ടത്തെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണവും പറയണമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടുന്ന് രാമായണം വായിക്കുന്നു, ഡൽഹിയിൽ നിന്ന് വേറെ ആൾ രാമായണം വായിക്കുന്നു, ഞാൻ ഒരു 5 മണിക്ക് വായിക്കുന്നു, അവിടെ 5 മണിക്ക് വായിക്കുന്നു, തിരുവനന്തപുരത്ത് നിന്ന് 5 മണിക്ക് വായിക്കുന്നു, ആലപ്പുഴയിൽ നിന്ന് 5 മണിക്ക് വായിക്കുന്നു, തൃശ്ശൂരിൽ നിന്ന് 5 മണിക്ക് വായിക്കുന്നു, കാസർഗോഡ് നിന്ന് 5 മണിക്ക് വായിക്കുന്നു. ഇങ്ങനെ നിരവധി ആൾക്കാർ വായിക്കും. ഈ പറയുന്ന സ്ഥലത്തെല്ലാം നമ്മൾ ഹനുമാൻ സ്വാമി ഉണ്ട് എന്നുള്ള സങ്കല്പം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത്രയും ഉണ്ടാവും. ഒരു 100 സ്ഥലത്ത് വായിക്കേണ്ടത് 100 സ്ഥലത്തും ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് അവരുടെ സങ്കല്പം. ഓരോ ആൾക്കാരുടെയും സങ്കല്പം അങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ സന്ധ്യാസമയത്ത് പാടില്ല
എന്ന് പറയുന്ന അവസരത്തിൽ ഈ പറയുന്ന 100 സ്ഥലത്തുള്ള ഹനുമാന്മാരും അവിടത്തേക്ക് പോകുമെന്നാണല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഹനുമാൻ സ്വാമി ആരാ? ഏത് സമയവും രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ സന്ധ്യയ്ക്ക് മാത്രം ഹനുമാൻ സ്വാമിക്ക് ഒരു പ്രത്യേകതയില്ല, എല്ലാ സമയത്തും നാമം ജപിക്കുന്നതാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ജപിക്കുന്നിടത്ത് ഹനുമാൻ സ്വാമി വന്നിരിക്കുമെന്ന് പോലും പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹനുമാൻ സ്വാമി ചായ കുടിക്കുന്നത് മുട്ടിപ്പോകും, ഹനുമാൻ സ്വാമി ബാത്റൂമിൽ പോകുന്നത് മുട്ടിപ്പോകും, ഹനുമാൻ സ്വാമി ഉച്ചഭക്ഷണം കഴിക്കുന്നത് മുട്ടിപ്പോകും, ഹനുമാൻ സ്വാമിക്ക് ഉറങ്ങാൻ പറ്റില്ല, നിങ്ങൾ രാമായണം വായിച്ചാൽ എന്ന് പറയില്ലേ? അപ്പോൾ അതങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഹനുമാൻ സ്വാമിയുടെ കർമ്മം ഏത് സമയത്ത്, എല്ലാ സമയത്തും ഹനുമാൻ സ്വാമി നാമം ജപിച്ചും കൊണ്ടും ശ്രീരാമനെ സ്മരിച്ചും കൊണ്ടും നിൽക്കുന്ന ഹനുമാൻ സ്വാമിയുടെ സന്ധ്യാവന്ദനാദികൾ എങ്ങനെയാണ് മുട്ടുക? ഒന്നുമില്ല. നമ്മൾ നമ്മുടെ സങ്കല്പത്തിലുള്ള ഹനുമാൻ സ്വാമിയെയാണ് ഇവിടെ പൂജിച്ചിരുന്നത്. മറ്റൊരു ഹനുമാൻ സ്വാമി വേറൊരാളെ സങ്കല്പിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹനുമാൻ സ്വാമി സന്ധ്യാവന്ദനാദികളൊക്കെ ചെയ്തോളും വേറെ ഏതെങ്കിലും ഹനുമാൻ സ്വാമി. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തിട്ട് നിത്യേന രാമായണം വായിക്കുന്ന വീടുകളുണ്ട്. അതുകൂടി നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ഹനുമാൻ സ്വാമി അവിടുന്ന് പോകും എന്നൊക്കെ വിചാരിച്ചിട്ട് സന്ധ്യയ്ക്ക് വായിക്കുന്നത് നിർത്തരുത്. നിങ്ങൾക്ക് എപ്പോഴാണോ വായിക്കേണ്ടത് ആ സമയത്ത് വായിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 18ാമത്തെ കാര്യം, അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് രാമായണം വായിച്ച് പഠിക്കുന്ന ആൾക്കാർ. നമ്മൾ ഈ രാമായണം കർക്കിടക മാസത്തിൽ വായിച്ചു തുടങ്ങുകയാണ്. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തണം. രാമായണം വായിക്കുന്ന ആൾക്കാർക്ക് ഏറെ ഗുണകരമാണെന്നാണ് പറയുന്നത്. കാരണം ദുഃഖമുണ്ടാകില്ല. എന്തുകൊണ്ട് ദുഃഖം ഉണ്ടാവില്ല? ദുഃഖത്തിനെ അതിജീവിക്കുവാനുള്ള കാര്യങ്ങൾ രാമായണത്തിലൂടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല. ദാരിദ്ര്യത്തിനെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ രാമായണത്തിലുണ്ട്. കുടുംബ കലഹം ഉണ്ടാകില്ല. കുടുംബ കലഹം ഇല്ലാണ്ടിരിക്കേണ്ട കാര്യങ്ങൾ രാമായണത്തിലൂടെ കിട്ടും. അതിൻ്റെ തത്വങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ഓരോ തത്വത്തിലും അതുണ്ട്. പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവില്ല. പ്രശ്നങ്ങൾ അതിജീവിക്കുവാനുള്ള കാര്യങ്ങൾ രാമായണത്തിലൂടെ നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നിത്യേന രാമായണം വായിക്കണം. അപ്പോൾ ഈ കർക്കിടകത്തിൽ നമ്മൾ രാമായണം വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, കർക്കിടകത്തിൽ നിങ്ങൾക്ക് വായിച്ച് തീർക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും തുടർന്ന് ചിങ്ങത്തിലും കന്നിയിലും ഒക്കെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഒരു 2-3 പേജ് വെച്ച് രാമായണം വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. രാമായണം വായിക്കുമ്പോൾ പരമാവധി ഉയർന്ന ശബ്ദത്തിൽ വേണം നിങ്ങൾ വായിക്കാൻ. എന്തുകൊണ്ടാണ്? രാമായണത്തിൻ്റെ മന്ത്രധ്വനികൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ഏറ്റവും ഏറെ പോസിറ്റീവായ അന്തരീക്ഷം ഉണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാമായണം വായിക്കുന്നത് ഏറെ ഗുണകരമാണ്, എന്നാൽ അത് കേൾക്കുന്നതും ഗുണമാണ് എന്നാണ് രാമായണത്തിൽ തന്നെ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഞാൻ വായിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഭാഗത്തും കേൾക്കണം. മാത്രമല്ല അയൽവാക്കത്തുള്ള ആൾക്കാരും കൂടി കേൾക്കത്തക്ക വിധത്തിലാണെങ്കിൽ അവർക്കും അതിൻ്റെ ഗുണം കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ടാണ് രാമായണം ഉറക്കെ വായിക്കണം എന്ന് പറയുന്നത്. ഞാൻ വായിക്കുന്നത് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും അതിൻ്റെ ഗുണം കിട്ടണം. എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെ ഗുണം കിട്ടണം. രാമമന്ത്രമാണത്. രാമമന്ത്രത്തിന് അത്രയേറെ ശക്തിയുള്ളതാണ്. കലിയുഗത്തിൽ ഏറ്റവും പവറുള്ള മന്ത്രം ഏതാണെന്ന് വെച്ചാൽ അത് രാമമന്ത്രമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഗായത്രി മന്ത്രം ഉണ്ടല്ലോ, മന്ത്രങ്ങളുടെ മാതാവ് എന്ന് പറയുന്ന ഗായത്രി മന്ത്രം, ആ ഗായത്രി മന്ത്രത്തിൻ്റെ ഒരു സാരാംശമാണ്, ഒരു ചുരുക്കമാണ് രാമ എന്നുള്ളത്. അതേപോലെ തന്നെ ഓം നമോ നാരായണായ എന്ന് നമ്മൾ ജപിക്കുന്ന ഭഗവാൻ വിഷ്ണുവിൻ്റെ മന്ത്രം ഉണ്ടല്ലോ, ആ മന്ത്രത്തിൻ്റെ ഒരു സാരാംശമാണ് ഈ രാമമന്ത്രത്തിലുള്ളത്. അതേപോലെ തന്നെ ഓം നമശിവായ എന്ന് നമ്മൾ ജപിക്കുന്ന ശിവൻ്റെ പഞ്ചാക്ഷരി ഉണ്ടല്ലോ, ആ പഞ്ചാക്ഷരിയുടെ ഒരു സാരാംശമാണ്, ഒരു ചുരുക്കമാണ് ഈ രാമമന്ത്രത്തിലൂടെ. എന്ന് വെച്ചാൽ നാരായണായ ഓം നമോ നാരായണ എന്ന് പറയുമ്പോൾ അതിനകത്തിലെ നാരായണൻ്റെ ആ രായുണ്ടല്ലോ, ആ രായും നമശിവായ എന്നുള്ളതിൻ്റെ ആ മായുണ്ടല്ലോ, ആ മായും കൂടി ചേർത്താണ് രാമ എന്ന് വരുന്നത്. അപ്പോൾ നിരവധി മന്ത്രങ്ങളുടെ ഗുണമാണ് ഈ രാമമന്ത്രം ജപിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അത് നിത്യേന നമ്മൾ പണ്ട് കാലങ്ങളിൽ പറയുന്നത് സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി രാമനാമം ജപിക്കൂ എന്നാണ് നമ്മൾ പറയാറ്. ഇപ്പോഴാണ് സന്ധ്യാനാമം എന്നൊക്കെ പറയുന്നത്. രാമനാമം ജപിക്കാനാണ് പറയുന്നത്. ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും ഒക്കെ രാമനാമം ജപിക്കുമ്പോൾ രാമനെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഗുണം കിട്ടും രാമനാമ മന്ത്രത്തിന് എന്നാണ് പറയുന്നത്. അതിന് വിശദമായിട്ട് കഥ നമുക്ക് പുരാണത്തിൽ കാണാം. രാമനാണോ ശക്തി, രാമമന്ത്രത്തിനാണോ ശക്തി എന്ന വിധത്തിൽ ഒരു പരീക്ഷണം തന്നെ പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ രാമമന്ത്രം ജപിക്കുക, അത് സ്മരിക്കുക, അതൊക്കെ വളരെയേറെ ഗുണമാണ്. ഈ കർക്കിടകത്തിൽ തന്നെ നമുക്കതിന് തുടക്കം കുറിക്കാം. ഈ രാമായണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെന്നിരിക്കട്ടെ, നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്ത് സംശയമായാലും രേഖപ്പെടുത്തണം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കണം. രാമായണം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കട്ടെ. അതിനനുസരിച്ച് അവരുടെ കുടുംബവും ധന്യമാകട്ടെ.
നമ്മൾ നന്നാവുന്ന കൂട്ടത്തിൽ തന്നെ മറ്റുള്ളവരും നന്നാവണമെന്ന് ചിന്തിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഹിന്ദുവിൻ്റെ തന്നെ ധർമ്മം. ആ ധർമ്മത്തിനനുസരിച്ച് നമ്മൾ പരമാവധി ആൾക്കാരിലേക്ക് എത്തിക്കാൻ നോക്കുക, പരമാവധി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.